ഇനി മറ്റു വാർത്തയിലേക്ക്. കോട്ടയം കുറുപ്പന്തറയിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം. വീടിന്റെ വാതിൽ തകർത്തു കയറിയ കള്ളൻ 20 പവൻ സ്വർണം മോഷ്ടിച്ചു. ആനിൻതോട്ടത്തിൽ സേവ്യറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ജി ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, വളരെ നിർണായകമായ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആളില്ലാത്ത വീട്ടിൽ കയറിയ പ്രതിയെ, മോഷ്ടാവിനെ വളരെ കൃത്യമായി ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പോലീസിനെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്വേഷണം ആരംഭിച്ചോ പോലീസ്? തീർച്ചയായും പോലീസ് അന്വേഷണത്തിലാണ്. ഇയാളെ കണ്ടെത്താൻ, വളരെ വേഗത്തിൽ കണ്ടെത്താനുള്ള വലിയ ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഈ കഴിഞ്ഞ ഒരാഴ്ചയായി വീട്ടിൽ സേവ്യറും കുടുംബവും ഉണ്ടായിരുന്നില്ല. ഈ സമയം നോക്കി കൃത്യമായി ഇയാൾ ഉള്ളിൽ കയറുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ വീട്ടിലെ സാഹചര്യമൊക്കെ നിരീക്ഷിച്ച ശേഷമായിരിക്കാം ഇങ്ങനൊരു മോഷണം നടത്തിയത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ കൂടി എടുത്തുകൊണ്ടാണ്, അതായത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ, മറ്റൊരു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ എടുത്തുകൊണ്ടാണ് ഈ സ്വർണം കവർന്ന് കടന്നു കളഞ്ഞത്. ഇന്ന് രാവിലെ വീട്ടുകാരെത്തിയപ്പോഴാണ് ഇത് വാതിലെല്ലാം പൊളിഞ്ഞു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും പിൻവാതിലിൽ കൂടി ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും ഈ മോഷ്ടാവിനെ സംബന്ധിച്ചുള്ള ഏതാണ്ട് സൂചനകളൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മറ്റ് സമീപത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് കൂടുതൽ തെളിവുകളെല്ലാം എടുത്തുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും വൈകാതെ ഇയാളെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയും പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഭവ്യ. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ മാന്നാറിൽ വീടിന് തീയിട്ട് വൃദ്ധ ദമ്പതികളെ ചുട്ടുകൊന്ന മകൻ പിടിയിൽ. സ്വത്ത് തർക്കത്തെ തുടർന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. വീടിന് പെട്രോൾ ഒഴിച്ച് തീയിട്ടതാണെന്ന് വിജയൻ സമ്മതിച്ചു. ഇന്ന് പുലർച്ചെ വീടിന് തീ പടരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് വെന്തു മരിച്ചത്. വീടും പൂർണ്ണമായി കത്തിനശിച്ചു. വീടിന് തീപിടിച്ച സമയം ദമ്പതികളുടെ മകൻ വിജയൻ നടന്നു പോകുന്നത് കണ്ടതായി നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലാകുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചു. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിന് കാരണം. മോട്ടീവായ എലിമിനേഷൻ തന്നെ. കാരണം ഇയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും അച്ഛനും അമ്മയ്ക്കും യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരുന്നു. എപ്പോഴും കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഈവൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു സൂയിസൈഡ് ഉണ്ടാവുമായിരുന്നു. പ്രതിന്റെ ഭാഗത്ത് നിന്ന് സൂയിസൈഡ് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ മാസം അച്ഛൻ രാഘവന്റെ കൈ വിജയൻ തല്ലിയൊടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും ഉപദ്രവിച്ചതോടെ രാഘവൻ പോലീസിൽ പരാതി നൽകി. ഇന്ന് മകൻ വിജയനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. അതിനിടെയാണ് ദാരുണമായ കൊലപാതകം. ന്യൂസ് 18 ആലപ്പുഴ. ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്തിന്റെ ക്രൂര പീഡനത്തിനിരയായി മരിച്ച പെൺകുട്ടിയുടെ സംസ്കാരം നടന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് പെൺകുട്ടി മരിച്ചത്. പെൺകുട്ടിയെ മർദ്ദിച്ച സുഹൃത്ത് അനൂപിനെതിരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം കൊലക്കുറ്റം ചുമത്തി കേസെടുക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ചോറ്റാനിക്കര കുരീക്കാടുള്ള വസതിയിലേക്ക് കൊണ്ടുവന്നു. അനൂപ് ജേക്കബ് MLA, ബന്ധുക്കളും സമീപവാസികളും അടക്കമുള്ളവർ ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം സംസ്കരിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് പെൺകുട്ടി മരിച്ചത്. കഴിഞ്ഞ 6 ദിവസമായി പെൺകുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. പ്രതി അനൂപ് നിലവിൽ റിമാൻഡിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കും. നിലവിൽ വധശ്രമത്തിനും ബലാത്സംഗത്തിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ട്രാങ്കുലേഷനാണ്, പക്ഷേ പ്രതി ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. കുറ്റകരമായ നരഹത്യ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കി ബ്രെയിൻ ഡെത്ത് ഓൾറെഡി തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ പോയത്. അപ്പോൾ ബ്രെയിൻ ഡെത്ത് ആദ്യമേ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കൃത്യസമയത്തുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കാത്തതാണ് പ്രധാനമായിട്ടും ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള റീസൺ.
ഇല്ല, മർദ്ദിച്ചുള്ള ആ രീതിയിൽ തന്നെയുള്ള ദേഹമാസകലമുള്ള മുറിവുകളുണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി അനൂപിനെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പെൺകുട്ടി പരിചയപ്പെടുന്നത്. മറ്റൊരാളുമായി പെൺകുട്ടിക്കുള്ള സൗഹൃദത്തെ ചോദ്യം ചെയ്താണ് മർദ്ദിച്ചത്. ഇതേ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നാണ് പ്രതിയുടെ മൊഴി. എന്നാൽ പ്രതി തന്നെ കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയം പോലീസിനുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലവും പുറത്തുവരണം. ന്യൂസ് 18 കൊച്ചി. വയനാട് വെള്ളമുണ്ടയിലെ അതിക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് നാട്. ഇന്നലെയാണ് UP സ്വദേശി മുഖീബിനെ വെട്ടിക്കൊന്ന് കഷ്ണങ്ങളാക്കി പെട്ടിയിലാക്കി ഉപേക്ഷിച്ചത്. പിടിയിലായ മുഹമ്മദ് ആരിഫിന്റെ ഭാര്യയുമായി ബന്ധം സംശയിച്ചായിരുന്നു കൊലപാതകം. കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ കൊലപാതകം. UP സ്വദേശിയും 25-കാരനുമായ മുഖീബിനെയാണ് വെട്ടിക്കൊന്ന് പെട്ടിയിൽ കഷ്ണങ്ങളാക്കി ഉപേക്ഷിച്ചത്. UP സ്വദേശിയായ മുഹമ്മദ് ആരിഫാണ് പ്രതി. ഇയാളുടെ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു കൊലപാതകം. മുഹമ്മദ് ആരിഫും മുഖീബും ഏറെ നാളായി വെള്ളാടിയിലായിരുന്നു താമസം. ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. പ്രതി താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ വെച്ചാണ് കൊലപാതകമെന്നാണ് മൊഴി നൽകിയത്. മൂളിത്തോട് പാലത്തിനടിയിൽ ശരീരഭാഗങ്ങൾ അടങ്ങിയ പെട്ടി ഉപേക്ഷിക്കുന്നത് കണ്ട ഓട്ടോ ഡ്രൈവറാണ് പോലീസിൽ വിവരമറിയിച്ചത്. മുഹമ്മദ് ആരിഫിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മയ്ക്ക് നേരിട്ട് പങ്കില്ലെന്ന വിലയിരുത്തലിൽ അന്വേഷണ സംഘം. ശ്രീധുവിനോട് ഉള്ള വിരോധം കൊലപാതകത്തിലേക്ക് നയിച്ചെന്നും പോലീസ്. ജോൽസിൻ ദേവിദാസന് പണം നൽകിയെന്ന മൊഴി ഇന്നലത്തെ ചോദ്യം ചെയ്യലിലും ശ്രീധു ആവർത്തിച്ചു. കൂടുതൽ വ്യക്തതയ്ക്കായി ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകും. ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിലും കൊലപാതകത്തിൽ പങ്കില്ലെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്രീധു. പല ഘട്ടങ്ങളിലായി ജോൾസൺ ദേവിദാസിന് പണം നൽകി. നേരിട്ടാണ് പണം നൽകിയതെന്നും ശ്രീധു മൊഴി നൽകി. വിശദ പരിശോധനയ്ക്ക് ദേവിദാസിനെ ഇന്നും ബാലരാമപുരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. തന്നെ കൊലപാതകവുമായി കൂട്ടിക്കെട്ടാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നാണ് ദേവിദാസിന്റെ പ്രതികരണം. ഇതില് എനിക്ക് എന്റെ പേരിലുള്ള പരാതി അത് വ്യാജ പരാതിയാണ് എന്ന് തെളിയിക്കുക എന്നുള്ളത് അങ്ങനെയാണ് ഇന്നലെ പോയത്. ഒരു വാർത്ത കിട്ടിയാലിടൻ അതിനെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് ആ ആളിന്റെ ജീവിതകാലം മൊത്തം ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും പുറത്തെടുത്ത് എങ്ങനെ വക്രീകരിച്ച് അയാളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ചില ആളുകളുണ്ട്. അത് ശരിയല്ല. നെയ്യാറ്റിൻകര സബ് ജയിലിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. 4 ടീമുകളായി തിരിഞ്ഞാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. കുട്ടിയെ റാഗ് ചെയ്തെന്ന പരാതി ഉൾപ്പെടെയുള്ളവ സംഘം അന്വേഷിക്കും. വിഷയം അന്വേഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയും നിർദ്ദേശം നൽകി. സംഭവത്തിൽ പ്രതിഷേധവുമായി പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള താരങ്ങളും രംഗത്തെത്തി. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സിഐയുടെ നേതൃത്വത്തിലാണ് 10-അംഗ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുള്ളത്. മിഹിറിന്റെ രക്ഷിതാക്കൾ DGPക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുന്നത്. മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച കാര്യങ്ങളും വിശദമായി അന്വേഷിക്കും. സൈബർ വിദഗ്ധരുടെ സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 2 വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തി. പരീക്ഷ നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ സ്കൂളിലേക്ക് പോലീസ് എത്താത്തതെന്നാണ് വിശദീകരണം. സ്കൂൾ അധികൃതരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. അതേസമയം വിദ്യാർത്ഥി പഠിച്ചിരുന്ന തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. സംഭവത്തിൽ അടിയന്തര നടപടി വേണമെന്ന ഹൈബി ഈഡനും ജില്ലാ ശിശുക്ഷേമ സമിതിയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് AYF ജില്ലാ സെക്രട്ടറി KR റനീഷും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. SFI ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് മാർച്ച് നടത്തി. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം റാഗിംഗ് നടന്നിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് സ്കൂൾ അധികൃതർ. ന്യൂസ് 18 കൊച്ചി. കൂത്താട്ടുകുളം നഗരസഭയിലെ രാഷ്ട്രീയ സംഘർഷത്തിൽ പോലീസിന് വീഴ്ചയെന്ന് എറണാകുളം റൂറൽ ASPയുടെ റിപ്പോർട്ട്. സംഘർഷം തടയുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്ത് റൂറൽ SP DIGക്ക് റിപ്പോർട്ട് കൈമാറി. കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ പോലീസ് CPMന് ഒത്താശ ചെയ്തുവെന്നായിരുന്നു ആരോപണം. കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ പോലീസും CPMും ഒത്തുകളിച്ചെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് ASPയുടെ റിപ്പോർട്ട്. നഗരസഭയിലെ സംഘർഷം തടയുന്നതിൽ മൂവാറ്റുപുഴ DYSP PM ബൈജുവിനും CIക്കും വീഴ്ച സംഭവിച്ചു. അവിശ്വാസ പ്രമേയ ചർച്ച ചെയ്യണമെന്ന കോടതി ഉത്തരവ് നടപ്പാക്കാൻ കഴിയാഞ്ഞതും വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നു. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നാലെ മക്കൾ നൽകിയ പരാതി അന്വേഷിക്കാൻ കാലതാമസം വന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്.
കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ കലാരാജു ഉണ്ടെന്നറിഞ്ഞിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ല. പോലീസ് വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് ASP PM കൃഷ്ണൻ SP-ക്ക് കൈമാറി. വീഴ്ചയിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട റൂറൽ SP വൈഭവ് സക്സേന DIG-ക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്.